നമസ്കാരം. കുടുംബത്തിൽ നിത്യവും കലഹം, ഭാര്യയും ഭർത്താവുമായിട്ട് കലഹം, കുടുംബത്തിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് സ്വസ്ഥതയില്ലായ്മ, മക്കളായിട്ട് കലഹം, എന്നും നിത്യവും നമുക്ക് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളുമാണ്. വീട്ടിൽ കയറിയ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച പോലെയാണ്. എന്താണ് അതിനൊരു പരിഹാരം മാർഗമെന്ന് നോക്കാം നമുക്ക്. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് നമ്മുടെ കുടുംബത്തിലെ വാസ്തു പ്രശ്നമാണോ, ആരുടെയെങ്കിലും ഭാര്യയുടെ ഭർത്താവിൻ്റെ ജാതക പ്രശ്നമാണോ എന്ന് നോക്കുക. അതിന് പരിഹാരങ്ങൾ ചെയ്യാൻ പറ്റുന്നതിനോടൊപ്പം തന്നെ ശിവപാർവതി പ്രതിഷ്ഠയുള്ള ക്ഷേത്ര ദർശനം നടത്തുക. പറ്റുമെങ്കിൽ തിങ്കളാഴ്ച ദിവസം അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസം ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ചോ അല്ലെങ്കിൽ ഭാര്യ ഒറ്റയ്ക്കോ ശിവപാർവതി പ്രതിഷ്ഠയുള്ള ക്ഷേത്ര ദർശനം നടത്തുക. കൂടാതെ തന്നെ സൗന്ദര്യ ലഹരിയിലെ 5-ാമത്തെ ശ്ലോകം നിങ്ങൾ തുടർച്ചയായിട്ട് 108 എല്ലാ ദിവസവും, 108 അതിൻ്റെ നമ്പർ, 108 തുടർച്ചയായിട്ട് പാരായണം ചെയ്യുക. സ്ത്രീകൾ തിങ്കളാഴ്ച ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തി സോമവാര വ്രതം നോൽക്കുക. എല്ലാ വെള്ളിയാഴ്ചയും നിങ്ങൾ വ്രതമെടുക്കുന്നതും ഈ പറയുന്ന കുടുംബ കലഹങ്ങൾ ഒഴിവാകുന്നതിന് നല്ലതാണ്. 7 തിങ്കളാഴ്ചയെങ്കിലും വ്രതം നോറ്റ് കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിലെ ഭാര്യയും ഭർത്താവുമായിട്ട് സമാധാനമായിട്ടുള്ള ഒരു അന്തരീക്ഷം കൈവരിക്കാൻ കഴിയുന്നതാണ്. കടബാധ്യതകൾ തീരാനായിട്ട് ഏറ്റവും കൂടുതൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന പ്രശ്നങ്ങളാണ് കടബാധ്യത, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ. അതിനെ പരിഹരിക്കാൻ പറ്റുന്ന ചെറിയ കൊച്ചു ടിപ്സുകളാണ്. കടബാധ്യത മൂലം പൊറുതിമുട്ടുന്നവർക്ക് ഋണമോചന ഗണപതി ഭാവത്തിലുള്ള വിഘ്നേശ്വരനെ സങ്കല്പിച്ച് പൂജ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഋണമോചന മന്ത്രം നിത്യവും 336 ജപിക്കാം. സുബ്രഹ്മണ്യ ക്ഷേത്രം, നിങ്ങളുടെ ചൊവ്വ കുജൻ യുഗ്മരാശിയിലാണോ ഓജരാശിയിലാണോ എന്ന് നോക്കിയിട്ട് സുബ്രഹ്മണ്യൻ ഭദ്രകാളിയാണ്, യുഗ്മരാശിയാണെങ്കിൽ ഭദ്രകാളിയെ ഭജിക്കുക, യോജരാശിയാണെങ്കിൽ മുരുകനെ ഭജിക്കുക. എന്നിട്ട് മുരുകന് ചുവന്ന പട്ട് വാങ്ങി സമർപ്പിക്കുക. ഒപ്പം തന്നെ സൗന്ദര്യ ലഹരിയിൽ 23-ാമത്തെ ശ്ലോകം നിത്യവും ജപിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തൽക്കാലം നിങ്ങളുടെ കടങ്ങൾ മാറാനായിട്ടുള്ള കാര്യങ്ങൾ നടക്കും. ഒപ്പം തന്നെ വേറൊരു ചെറിയ 1-2 ടിപ്സുകളോടുകൂടിയുണ്ട്. അത് പിന്നീട് അടുത്ത ഒരു ഇതിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം.